അങ്ങനെ മോളെയൊക്കെ ഉറക്കി കിടത്തിയിട്ടോ. അപ്പോൾ കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ എണീക്കുകയും ചെയ്തു. അങ്ങനെ ഉപ്പ പോയതിന് ശേഷം കേട്ടോ ഞാൻ തുണികളൊക്കെ കഴുകിയിട്ടത്. അപ്പോൾ കുറച്ച് ചെടികൾ ഇന്നലെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ഇടയ്ക്ക് രാവിലെ അത്യാവശ്യം നല്ല വെയിലല്ലേ, അപ്പോൾ ഇനി വാടിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോറും കറിയും ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മീൻ ഇവിടെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് മസാല തിരുമ്പി വെക്കാൻ. അപ്പോൾ ഞാൻ മോൾക്ക് നാളെ കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടിച്ചോരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തുടക്കാൻ നിന്നിട്ടോ മോൾ അവിടെ ബെഡിലിരുത്തിയിട്ട്. അപ്പോൾ എൻ്റെ തുടക്കൽ കഴിഞ്ഞപ്പോൾ ഉമ്മ അടുക്കള തുടക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല ചപ്പുണ്ടാവും. ഫ്രണ്ട് സൈഡിൽ അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അടിച്ചു വാരിയിട്ട് എന്നിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഉമ്മമാനെ ഇവിടെ ഓളെടുത്താക്കിയിട്ടാട്ടോ പോണത്. ഓളെ അങ്ങനെ ഒറ്റയ്ക്ക് ബെഡിലിരുത്തിയിട്ട് പോകാനും പറ്റൂല. 1 മണിയാവാനായി ഗായ്സ്. ഞാൻ കുളിക്കാൻ കയറില്ല, ഓളെ കരയിലും ഒപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ ഓളെ ഉറക്കിട്ടോ. പെട്ടെന്ന് നീക്കാനുള്ള ഉറക്കാണിത്. അങ്ങനെ മെല്ലെ ഓളെ ഉറക്കി കിടത്തിയിട്ട് അമ്മ ഇവിടെ മസാല തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇത് പൊരിക്കണം. ഒന്ന് ചൂടാവട്ടെ. ഞാൻ എപ്പോഴും എണ്ണ പാർന്ന് എപ്പോഴും അധികമാവും. എപ്പോഴും ഒരിതിൽ അങ്ങോട്ട് മാറിയിരിക്കും, പക്ഷെ അത് എപ്പോഴും അധികമായി പോകും. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ പൊരിക്കണതിൻ്റെ ഇടയിൽ ഞാനൊരു പഴമൊക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളപ്പോൾ ഓക്കെ ബൈ.